മലയാള സിനിമയുടെ അമ്മ വേഷങ്ങളുടെ പ്രതീകമാണ്, അല്ലെങ്കിൽ അമ്മ വേഷങ്ങളുടെ ബിംബമാണ് കവിയൂർ പൊന്നമ്മ. പ്രേം നസീറിൻ്റെയും സത്യൻ്റെയും അമ്മയായി അഭിനയിച്ചിട്ടുണ്ട് അവരെക്കാൾ വളരെ ഇളയതായ കവിയൂർ പൊന്നമ്മ. നായികയാകാൻ വേണ്ടി ശ്രമവും നടത്തിയിട്ടുണ്ട് അവർ. ഓടയിൽ നിന്ന് എന്ന ചിത്രത്തിൽ സത്യൻ്റെ നായികയായി അഭിനയിച്ചു. പക്ഷേ നായികയായി അവർക്ക് തിളങ്ങാൻ പറ്റിയില്ല. അമ്മ വേഷങ്ങളായിരുന്നു അവർക്ക് പിന്നീട് ലഭിച്ചത്. മമ്മൂട്ടിയുടെയും മോഹൻലാലിൻ്റെയും ജയറാമിൻ്റെയും ദിലീപിൻ്റെയും ഒക്കെ അമ്മ വേഷങ്ങളിൽ കവിയൂർ പൊന്നമ്മ അഭിനയിച്ചു. മോഹൻലാൽ കവിയൂർ പൊന്നമ്മ ജോഡികൾ ഒരു കാലത്ത് പ്രേക്ഷകരുടെ അമ്മ മകൻ ബിംബത്തിൻ്റെ സന്നിവേശമായിരുന്നു. അമ്മയും മകനും, എന്നാൽ മോഹൻലാലും കവിയൂർ പൊന്നമ്മയും എന്നൊരു ചൊല്ലുകൂടി ഉണ്ടായിരുന്നു. കിരീടം, ചെങ്കോൽ തുടങ്ങിയ ചിത്രങ്ങളിലൊക്കെ മോഹൻലാലും കവിയൂർ പൊന്നമ്മയും തകർത്ത് അഭിനയിച്ചു. കവിയൂർ പൊന്നമ്മയുടെ സ്വകാര്യ ജീവിതം നാടകീയമായിരുന്നു. സിനിമ പോലെ തന്നെ നാടകീയമായ ജീവിതം. കവിയൂർ പൊന്നമ്മയ്ക്ക് കാമുകന്മാർ പലരുമുണ്ടായിരുന്നു എന്നാണ് അക്കാലത്തെ പത്രപ്രവർത്തകർ എഴുതിയിട്ടുള്ളത്. അതിൽ ഏറ്റവും ശ്രദ്ധേയമായ പ്രണയം ശങ്കരാടിയും കവിയൂർ പൊന്നമ്മയും തമ്മിലുള്ള പ്രണയമായിരുന്നു. ശങ്കരാടി കവിയൂർ പൊന്നമ്മയെ ആത്മാർത്ഥമായി തന്നെ പ്രണയിച്ചു. അന്ന് ശങ്കരാടിക്ക് സിനിമകൾ ഒരുപാടുണ്ടായിരുന്നു. ശങ്കരാടി മലയാള സിനിമയിൽ ഒരു അവിഭാജ്യ ഘടകമായിരുന്നു. ശങ്കരാടിയുടെ റെക്കമെൻഡേഷനിൽ കവിയൂർ പൊന്നമ്മയ്ക്ക് കുറേ സിനിമകൾ കിട്ടി. പക്ഷേ ശങ്കരാടിയും കവിയൂർ പൊന്നമ്മയും തമ്മിൽ പിന്നീട് വേർപിരിയുന്ന കാഴ്ചയാണ് കണ്ടത്. കവിയൂർ പൊന്നമ്മ ശങ്കരാടിയെ തേച്ച് നിർമ്മാതാവായ മണിസ്വാമിയെ കല്യാണം കഴിച്ചു. മണിസ്വാമി അക്കാലത്ത് വലിയ പണക്കാരനായിരുന്നു. നല്ല സിനിമകൾ നിർമ്മിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി സിനിമാ വ്യവസായത്തിൽ എത്തിയ നിർമ്മാതാവായിരുന്നു മണിസ്വാമി. മണിസ്വാമി നിർമ്മിച്ച രാജൻ പറഞ്ഞ കഥ വളരെ ശ്രദ്ധേയമായ ചിത്രമാണ്. നക്സലൈറ്റ് മൂവ്മെൻറ്റ് പശ്ചാത്തലത്തിൽ ഒരുക്കിയ ചിത്രം. മണിസ്വാമിയെ വിവാഹം കഴിച്ച ശേഷം കവിയൂർ പൊന്നമ്മയ്ക്ക് ആ ദാമ്പത്യം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റിയില്ല. കവിയൂർ പൊന്നമ്മയുടെ സ്വഭാവം അത് മണിസ്വാമിക്ക് ഉൾക്കൊള്ളാനും ആയില്ല. ഒരു രാത്രി കവിയൂർ പൊന്നമ്മ മണിസ്വാമിയെ വീട്ടിൽ നിന്നും അടിച്ചിറക്കി. അവർക്ക് ഒരു മകൾ പിറന്നിരുന്നു. അപ്പോൾ മണിസ്വാമി പിന്നീട് ഗുരുവായൂരിൽ തൻ്റെ ജീവിതം ഹോമിച്ചു. ഗുരുവായൂരിൽ ഒരു ലോഡ്ജ് മുറിയിൽ മണിസ്വാമി ഒറ്റയ്ക്ക് താമസിച്ചു. അവസാനം മണിസ്വാമി പക്ഷാഘാതം വന്ന് വീണപ്പോഴാണ് കവിയൂർ പൊന്നമ്മ അദ്ദേഹത്തെ വീട്ടിലേക്ക് കൊണ്ടുപോയത്. കവിയൂർ പൊന്നമ്മ മണിസ്വാമിയെക്കുറിച്ച് പലതും പറഞ്ഞു. മണിസ്വാമി തന്നെ മർദ്ദിക്കുമായിരുന്നുവെന്നും തന്നെ സംശയരോഗമുള്ള വ്യക്തിയായിരുന്നുവെന്നും ഒക്കെ. അതിനൊന്നും മണിസ്വാമി മറുപടി പറയാൻ പോയില്ല. മേക്കപ്പ് മാൻ എം.ഒ. ദേവസിയാണ് കവിയൂർ പൊന്നമ്മയെ പ്രണയിച്ച മറ്റൊരു പുരുഷൻ. എം.ഒ. ദേവസ്യ ഒരു കാലത്ത് IPCC സിനിമകളുടെ സ്ഥിരം മേക്കപ്പ് മാനായിരുന്നു. മലയാളത്തിലെ ഏറ്റവും തിരക്കേറിയ മേക്കപ്പ് മാനായിരുന്നു എം.ഒ. ദേവസ്യ. കവിയൂർ പൊന്നമ്മയുടെ മാരകത്തിൽ മേക്കപ്പ് ഇട്ടതിനെക്കുറിച്ച് എം.ഒ. ദേവസ്യ എഴുതിയിട്ടുണ്ട് സിനിമാ മംഗളത്തിൽ. അങ്ങനെ കവിയൂർ പൊന്നമ്മയ്ക്ക് കാമുകന്മാർ ഒരുപാട് ഉണ്ടായിരുന്നു. കവിയൂർ പൊന്നമ്മ സിനിമയിൽ അഭിനയിക്കാൻ പല അഡ്ജസ്റ്റ്മെൻറ്റുകൾക്കും വിധേയമായിരുന്നു, അല്ലെങ്കിൽ വിധേയയായി എന്ന് അക്കാലത്തെ പത്രപ്രവർത്തകർ സിനിമാ കേരളയോട് പറഞ്ഞിട്ടുണ്ട്. മധുവൈപ്പന അടക്കമുള്ള പത്രപ്രവർത്തകർക്കൊക്കെ കവിയൂർ പൊന്നമ്മയുടെ സ്വഭാവം അറിയാം. പത്രപ്രവർത്തകർക്ക് മുമ്പിൽ മനസ്സ് തുറക്കും കവിയൂർ പൊന്നമ്മ. പക്ഷേ അതൊന്നും എഴുതരുതെന്ന് പ്രത്യേകം പറയും കവിയൂർ പൊന്നമ്മ. അതൊക്കെയായിരുന്നു കവിയൂർ പൊന്നമ്മയുടെ രീതി. എന്തായാലും കവിയൂർ പൊന്നമ്മയുടെ പ്രണയങ്ങളും കവിയൂർ പൊന്നമ്മയുടെ കാമയാത്രകളും ഒക്കെ ശ്രദ്ധേയമാണ്. ശങ്കരാടി മുതൽ എം.ഒ. ദേവസ്യ വരെ നീളുന്നു ആ കാമയാത്ര. മണിസ്വാമിയെ കുരുതി കൊടുത്തു ആ കാമയാത്രയിൽ കവിയൂർ പൊന്നമ്മ. കവിയൂർ പൊന്നമ്മയും മോഹൻലാലും തമ്മിലുള്ള ബന്ധം പോലും അശ്ലീലപരമായി കണ്ടവരുണ്ട്. അതിൻ്റെ സത്യാവസ്ഥ പൊളിറ്റിക്സ് കേരളയ്ക്ക് അറിയില്ല. എന്തായാലും
കബീർ പൊന്നമ്മയും മോഹൻലാലും സിനിമയിൽ അമ്മയും മകനുമായിരുന്നുവെങ്കിലും അല്ലാതെ മറ്റൊരു തരത്തിലുള്ള ബന്ധമായിരുന്നു എന്നൊക്കെ പറഞ്ഞ് പരത്തിയവരുണ്ട്. അതിൻ്റെ ശരിയും തെറ്റും പൊളിറ്റിക്സ് കേരളയ്ക്ക് അറിയില്ല, അതുകൊണ്ട് അതേക്കുറിച്ച് പറയുന്നില്ല. എന്തായാലും കബീർ പൊന്നമ്മ ഒരു കാലത്ത് എന്താ പറയുക, ഒരു ജീവിതം ആഘോഷിക്കാൻ വേണ്ടി കാമുകന്മാരെ തേച്ച, അല്ലെങ്കിൽ ഉടുതുണി മാറും പോലെ കാമുകന്മാരെ മാറിയ വ്യക്തിയായിരുന്നു, സ്ത്രീയായിരുന്നു എന്നത് വ്യക്തം.